ഇനി പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. സൗദി സ്വകാര്യ മേഖലയിൽ സെയിൽസ് മാർക്കറ്റിംഗ് തസ്തികകളിൽ സ്വദേശിവൽക്കരണം 60% ഉയർത്തി. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാണ്. ഏപ്രിൽ 19 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു. മാനുഷിക വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം പ്രഖ്യാപിച്ച ഈ പുതിയ പരിഷ്കാരങ്ങൾ രാജ്യത്തെ പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ അനുവദിക്കുന്നതിന് വേണ്ടിയാണ്. മാർക്കറ്റിംഗ്, സെയിൽസ് മേഖലകളിൽ ഇനി മുതൽ 60% സ്വദേശി ജീവനക്കാരായിരിക്കണം. 3 അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്കാണ് ഈ നിയമം ബാധകമാകുന്നത്. ഈ തസ്തികകളിൽ സ്വദേശി ജീവനക്കാരെ നിതാഖാത്ത് പരിധിയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അവർക്ക് കുറഞ്ഞത് 5500 സൗദി റിയാൽ ശമ്പളം നൽകണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മാർക്കറ്റിംഗ് വിഭാഗത്തിൽ മാർക്കറ്റിംഗ് മാനേജർ, അഡ്വർടൈസിംഗ് ഏജന്റ്, ഗ്രാഫിക് ഡിസൈനർ, പബ്ലിക് റിലേഷൻസ് സ്പെഷ്യലിസ്റ്റ്, ഫോട്ടോഗ്രാഫർ തുടങ്ങി 10 തസ്തികകളിലാണ് സ്വദേശിവൽക്കരണ തോത് ഉയർത്തിയത്. സെയിൽസ് വിഭാഗത്തിൽ സെയിൽസ് മാനേജർ, റീറ്റെയിൽ സെയിൽസ് പ്രതിനിധി, ഹോൾസെയിൽ സെയിൽസ് പ്രതിനിധി, IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് സെയിൽസ് സ്പെഷ്യലിസ്റ്റ്, കൊമേഴ്സ്യൽ സ്പെഷ്യലിസ്റ്റ്, കമ്മോഡിറ്റി ബ്രോക്കർ എന്നിവയുൾപ്പെടെയുള്ള തസ്തികകളിലാണ് പുതുക്കിയ സ്വദേശിവൽക്കരണ സംവരണ തോത് ഏർപ്പെടുത്തിയത്. സമയപരിധി അവസാനിച്ചതിനാൽ സ്ഥാപനങ്ങൾ നിയമം കൃത്യമായി പാലിക്കേണ്ടതാണെന്നും സൗദി അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ ഗുഡ്സ് പ്രൈസ് പ്ലാറ്റ്ഫോം ആരംഭിച്ചു. നിത്യോപയോഗ സാധനങ്ങളുടെ വില താരതമ്യം ചെയ്യാനും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാനും ഇത് സഹായകരമാകും. എസൻഷ്യൽ ഗുഡ്സ് പ്രൈസ് പ്ലാറ്റ്ഫോം UAE സാമ്പത്തിക ടൂറിസം മന്ത്രാലയമാണ് അവതരിപ്പിച്ചത്. ഉപഭോക്താക്കൾക്ക് സ്മാർട്ട് ഷോപ്പിംഗ് ഉറപ്പാക്കാനും വിപണിയിൽ സുതാര്യത കൊണ്ടുവരാനുമാണ് ഈ പദ്ധതി. നിത്യോപയോഗ സാധനങ്ങളുടെ വില താരതമ്യം ചെയ്യാനും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാനും ഈ പ്ലാറ്റ്ഫോം സഹായിക്കും. അരി, പഞ്ചസാര, എണ്ണ, മുട്ട, പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി 33 അവശ്യ സാധനങ്ങളുടെ വില രാജ്യത്തെ 12 പ്രമുഖ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്നും തത്സമയം താരതമ്യം ചെയ്യാം. ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഫുഡ് ബാസ്ക്കറ്റ് പ്ലാറ്റ്ഫോമിൽ തയ്യാറാക്കാം. ഏത് കടയിൽ നിന്നാണ് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുക എന്ന് വെബ്സൈറ്റ് വഴി അറിയാനാകും. ഓരോ കടയിലെയും കുറഞ്ഞ വിലയും ഉയർന്ന വിലയും ദിവസവും അപ്ഡേറ്റ് ചെയ്യും. മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ വഴി ഇത് പരിശോധിക്കാം. പ്ലാറ്റ്ഫോമിൽ നൽകിയിരിക്കുന്ന വിലയേക്കാൾ കൂടുതൽ തുക കടകൾ ഈടാക്കിയാൽ മന്ത്രാലയത്തെ വിവരം അറിയിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സൗദി അറേബ്യയിൽ. ഊർജം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കും. ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സൗദി അറേബ്യയിലെ ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. സൗദി ഊർജ്ജമന്ത്രി അബ്ദുൽ അസീസ് ബിൻ സൽമാൻ രാജകുമാരൻ, വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ എന്നിവരുമായാണ് അദ്ദേഹം പ്രത്യേക കൂടിക്കാഴ്ചകൾ നടത്തിയത്. ഊർജം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. സൗദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും സഹമന്ത്രിയുമായ ഡോക്ടർ മുസാഅദ് അൽ ഐബാനും ഈ ചർച്ചയിൽ പങ്കെടുത്തു. പ്രാദേശിക സുരക്ഷാ പ്രശ്നങ്ങൾ, പശ്ചിമേഷ്യയിലെ സാഹചര്യം, ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചകളിൽ പ്രധാനമായും കടന്നുവന്നു. ഇന്ത്യയുടെ തന്ത്രപ്രധാന പങ്കാളിയായ സൗദി അറേബ്യയുമായുള്ള ബന്ധം വരും നാളുകളിൽ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.